എൻ്റെ പേര് ജോണി. ഞാൻ പാലക്കാട് രൂപതയിൽ നിന്നാണ്. മിസിയോ ടീം നടത്തുന്ന ഈ കെറിഗ്മ കോഴ്സിൽ പങ്കെടുക്കുവാനുള്ള ഭാഗ്യം എനിക്ക് സിദ്ധിച്ചു. ഇതൊരു ധ്യാനമാണെന്ന ചിന്തയിലാണ് ഞാനിവിടെ പങ്കെടുക്കാൻ എത്തിയത്. എന്നാൽ ഇതൊരു കോഴ്സാണ്, ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണ് എന്ന് പങ്കെടുത്തപ്പോൾ എനിക്ക് മനസ്സിലായി. ഈശോയിലൂടെ സ്ഥാപിക്കപ്പെട്ട ദൈവരാജ്യത്തിൻ്റെ അംബാസഡർമാരാക്കി നമ്മളെ മാറ്റുന്ന ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണ് ഇത്. എല്ലാവരും, പ്രത്യേകിച്ച് ഓരോ ഇടവകയിലും നേതൃസ്ഥാനത്ത് നിൽക്കുന്ന വിശ്വാസ പരിശീലകർ, കൈക്കാരന്മാർ, വിവിധ സംഘടനാ നേതാക്കൾ തുടങ്ങിയവർ ഈ കോഴ്സിൽ നിർബന്ധമായും പങ്കെടുക്കേണ്ടതാണെന്നാണ് എൻ്റെ അഭിപ്രായം. അതിലൂടെ നമുക്ക് ലഭിച്ച ദൈവസ്നേഹം കൂടുതൽ ആഴത്തിൽ അറിയുവാനും മാമോദിസായിലൂടെ നമുക്ക് ലഭിച്ച പ്രേക്ഷിത ദൗത്യം എങ്ങനെ പ്രാവർത്തികമാക്കാം എന്നെനിക്ക് മനസ്സിലായി കിട്ടിയതുപോലെ നിങ്ങളെയും അതിനെ സഹായിക്കും എന്നെനിക്ക് ഉത്തമ ബോധ്യവുമുണ്ട്. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതി. പ്രിയപ്പെട്ടവരെ, ഇവിടെ തലശ്ശേരി രൂപതയിലെ കൂട്ടുപുഴ IMS ധ്യാന കേന്ദ്രത്തിൽ നടക്കുന്ന മിസിയോ എന്ന പ്രോഗ്രാം പങ്കെടുക്കുന്നതിന് എനിക്കൊരു അസുലഭ അവസരമുണ്ടായി. ഈ അവസരത്തിന് ദൈവത്തിന് നന്ദി പറയുന്നു. ഈ കോഴ്സിൽ കൂടെ സ്വയം എന്നിലേക്ക് കടന്നു ചെല്ലുവാനും അതിൻ്റെ വെളിച്ചത്തിൽ ഞാനുമായി ഇടപെടുന്ന എൻ്റെ ഇടവകക്കാരെയും കണ്ടുമുട്ടുന്നവരെയും എങ്ങനെ സഹായിക്കാൻ പറ്റുമെന്നുള്ളൊരു ബോധ്യത്തിലേക്ക് ഞാൻ കടന്നു വരികയുണ്ടായി. ഈ കോഴ്സുകൾ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവരും അല്ലാത്തവരുമായവർ പങ്കെടുക്കുകയാണെങ്കിൽ വളരെ ഉപകാരപ്രദമാണ്. നമ്മുടെ എല്ലാവരുടെയും കടമയാണ് മാമോദിസ വഴി മറ്റുള്ളവർക്ക് ഈശോയെ പങ്കുവെച്ച് കൊടുക്കുക എന്നുള്ളത്. ഈ കോഴ്സിൽ കൂടി നമുക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ ലഭിക്കും. അപ്പോൾ വ്യാപകമായ രീതിയിൽ മറ്റുള്ളവർക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ പറഞ്ഞു കൊടുക്കുന്നതിന് നമുക്ക് സാധിക്കും. ഈ ക്ലാസ് എടുക്കുന്ന ടീം സോഴ്സ് വളരെ ഉപകാരപ്രദമായ രീതിയിൽ നമുക്കെല്ലാവർക്കും മനസ്സിലാക്കുന്ന രീതിയിൽ വളരെ നല്ല രീതിയിലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും പങ്കെടുക്കാൻ ഞാൻ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. ഈശോ സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ബേബി. ഞാൻ കണ്ണൂർ ജില്ലയിലുള്ള ആലക്കോട് തേർമല എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞാനിവിടെ വന്നത് ഒരു ധ്യാനം കൂടാൻ വേണ്ടിയിട്ടായിരുന്നു. എന്നെ ഇതിനു മുൻപ് ഇവിടെ വന്ന് ഞാൻ ഒരു ത്രിദിന ധ്യാനം കൂടിയിട്ടുണ്ടായിരുന്നു. എൻ്റെ അകത്ത് തങ്കച്ചൻ ബ്രദർ എന്നെ നിർബന്ധിച്ചു, ഇങ്ങനെ ഒരു ക്ലാസ് ഉണ്ട്, നീ വന്ന് കൂടാൻ പറ്റുമെങ്കിൽ കൂടാൻ വിളിച്ചിട്ടാണ് ഞാനിവിടെ വന്നത്. ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോൾ ക്ലാസ് കൂടിയപ്പോൾ എനിക്ക് ആകപ്പാടെ ഒരു അലോസരമാണ് തോന്നിയത്. കാരണം ബൈബിളിനെ പറ്റിയുള്ള ക്ലാസ് എന്ന് പറഞ്ഞാൽ ഇതുവരെ ഞാൻ കേട്ടിട്ടില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് ഞാൻ കേട്ടുകൊണ്ട്. അത് ഒരു ദിവസം കഴിഞ്ഞ് പിന്നീട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേനും നമ്മൾക്ക് ആഴമായിട്ട് ബൈബിൾ ക്ലാസ്സിനെ പറ്റിയും ക്രിസ്തീയ ജീവിതത്തെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് കൃത്യമായിട്ട് അത് മനസ്സിലാക്കി തന്നു. എൻ്റെ അഭിപ്രായത്തിൽ ഇത് എല്ലാവരും കൂടേണ്ട ഒരു ക്ലാസ്സാണ്. കാരണം കൈക്കാരന്മാർ, ഇടവക തലങ്ങളിലുള്ള മാതൃവേദി കൂട്ടായ്മകൾ, അങ്ങനെ എല്ലാ കൂട്ടായ്മകളിലുള്ളവരും ഈ ക്ലാസ് സംബന്ധിക്കുകയാണെങ്കിൽ നമുക്ക് പുതിയ തിരിച്ചറിവുകളും എങ്ങനെയാണ് ക്രിസ്തീയ ജീവിതം നയിച്ച് മറ്റുള്ളവരെ നമ്മൾ ആ ആത്മീയമായ കാര്യത്തിലേക്ക് കൊണ്ടുവരേണ്ടതെന്നും നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ക്ലാസ്സുകളാണ് ഇത്. കൃത്യമായിട്ടും എല്ലാവരും യുവ വൈദികന്മാർ, കൈക്കാരന്മാർ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൈക്കാരന്മാർ, ഇങ്ങനെയുള്ളവരെല്ലാം കൂടുകയാണെങ്കിൽ സമൂഹത്തിൻ്റെ ഉന്നതിയിലേക്ക് നമ്മുടെ ക്രിസ്തീയ തലത്തിലുള്ളവരെ മുന്നോട്ട് കൊണ്ടുവരാൻ സാധിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഇതെല്ലാ യുവാക്കളും യുവതികളും എല്ലാവരും എല്ലാ രക്ഷിതാക്കളും അങ്ങനെ ഒരു ക്ലാസ് ഉണ്ടെന്ന് അറിഞ്ഞു കഴിയുമ്പം അവരുടെ മക്കളെ പറഞ്ഞു വിടേണ്ടത് നിർബന്ധമായിട്ട് ഈ കോഴ്സ് കൊടുക്കേണ്ടത് അനിവാര്യമായ ഈ കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യകതയാണ്. ക്ലീന്ദ്ര ഇടവകാംഗമാണ്. എൻ്റെ പേര് റെജി ഡേവിഡ്. ഈ കോഴ്സ് കൂടിയതിലൂടെ ക്രിസ്തു സുവിശേഷമായി മാറേണ്ടതിൻ്റെ ആവശ്യകത എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഞങ്ങൾ അനുഭവിച്ച ഈ സദ്വാർത്ത മറ്റുള്ളവരും അറിയുന്നതിന് വേണ്ടി എല്ലാ രൂപതകളിലും, എല്ലാ ഫൊറോനകളിലും, എല്ലാ ഇടവകകളിലും ഈ മിസിയോ ടീമിൻ്റെ ഈ കെറിഗ്മ കോഴ്സ് സുലഭമായി ലഭിക്കുന്നതിനും അത് നല്ല രീതിയിൽ നടത്തിക്കൊണ്ടു പോകാൻ തക്കവിധം കഴിവുള്ള ആത്മായ പ്രേക്ഷിതരെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടും നമുക്ക് സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ബേബി. ഞാൻ തലശ്ശേരി രൂപതയുടെ പെരിങ്കിരി ഇടവയിൽ നിന്ന് വരുന്നു. ഞാൻ ഈ മിസിയോ ടീം നയിക്കുന്ന ക്രിസ്മ കോഴ്സിൽ പങ്കെടുക്കുകയും അതിലൂടെ എനിക്ക് വചനം പ്രഘോഷിക്കുവാനുള്ള കൃപ തരികയും എല്ലാവരുടെ മുമ്പിൽ നിന്ന് 2 വാക്ക്
പറയുവാനുള്ള കൃപ ദൈവം എനിക്ക് തരികയും ചെയ്തു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ഗ്ലാഡീസ് KP. ഞാൻ കോളയാട് ഇടവകയിൽ നിന്ന് വരുന്നു. ഈ മിസ്സിയോ നയിക്കുന്ന 5 ദിവസത്തെ കരിക്മ കോഴ്സ് കൂടി എല്ലാവരും ഇത് കൂടണമെന്നാണ് എൻ്റെ ഒരു അപേക്ഷ. എന്താണെന്ന് വെച്ചാൽ മാമോദീസ ചെയ്തിട്ടുള്ള എല്ലാവരും തന്നെ വചനപ്രഘോഷണം നടത്തേണ്ടത് അത്യാവശ്യമാണെന്നും അതൊരു ഉത്തരവാദിത്തമാണെന്നും മനസ്സിലാക്കി കുറേ പുതിയ ബോധ്യങ്ങളും കിട്ടി. ഈ ബോധ്യങ്ങൾ മറ്റുള്ള യുവജനങ്ങൾക്ക് കൂടുതൽ ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നു. യുവജനങ്ങൾ എല്ലാവരും തന്നെ ഈ കോഴ്സിൽ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഓക്കെ, താങ്ക് യു, നന്ദി. എൻ്റെ പേര് നിതിൻ. ഞാൻ തലശ്ശേരി അതിരൂപതയിലെ കച്ചേരിക്കട ഇടയിൽ നിന്ന് വരുന്നു. ഞാൻ ഈ കരിക്മ കോഴ്സിൽ പങ്കെടുത്തു. ഒരുപാട് കാര്യങ്ങൾ ദൈവം മനസ്സിലാക്കി തന്നു. ഇത് വളരെ ഉപകാരപ്പെടുന്ന ഒരു കോഴ്സാണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഒരുപാട് വെളിച്ചം വീശുന്ന ക്ലാസ്സുകളാണ്. ഇതുവരെ കിട്ടാത്തതിലും അധികം ബോധ്യങ്ങളാണ് ഇതിലൂടെ കിട്ടിയിരിക്കുന്നത്. അതിലൂടെ കൂടുതൽ ആത്മവിശ്വാസവും മറ്റുള്ളവർക്ക് എങ്ങനെ ദൈവത്തെ പകർന്നു കൊടുക്കണം എന്നുള്ളൊരു കാഴ്ചപ്പാടും കിട്ടി. ഇത് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു, പ്രത്യേകിച്ച് എന്നെപ്പോലുള്ള യുവജനങ്ങൾക്ക്. കാരണം നമ്മളാണല്ലോ ഇനി കൂടുതൽ ഇതിനു വേണ്ടി പ്രയത്നിക്കേണ്ടത്. അപ്പം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനും ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്നേഹമുള്ളവരെ, എൻ്റെ പേര് ജോഷിത. കണ്ണൂർ രൂപതയിലെ കോളയാട് സെൻറ്റ് കോർണേലിയസ് ഇടവക അംഗമാണ് ഞാൻ. ഇവിടെ ഈ കൂട്ടുപുഴ IMS ധ്യാന കേന്ദ്രത്തിൽ വെച്ച് നടക്കുന്ന മിസ്സിയോ ടീം നയിക്കുന്ന കരിക്മ കോഴ്സിൽ പങ്കെടുക്കാൻ എനിക്ക് കർത്താവ് ഭാഗ്യം നൽകി. ഈ കോഴ്സിൽ പങ്കെടുത്തതിന് ശേഷം എനിക്കുണ്ടായ അനുഭവം എന്ന് പറഞ്ഞാൽ, ഇതുവരെ ഒരുപാട് ധ്യാനങ്ങളൊക്കെ ഞാൻ കൂടിയിട്ടുണ്ടെങ്കിലും അത് ധ്യാനം കൂടും എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ വീണ്ടും കടന്നു പോകും. പക്ഷേ അത് മറ്റുള്ളവർക്ക് ആ ഒരു ധ്യാനത്തിൽ നിന്ന് കിട്ടിയൊരു അനുഭവം പകർന്നു കൊടുക്കുവാനോ ദൈവസ്നേഹം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാനോ ഒന്നും എനിക്ക് കഴിഞ്ഞിട്ടില്ല. സുവിശേഷമായി ജീവിക്കുവാനോ എനിക്ക് കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവാൻ എന്ന യേശുക്രിസ്തുവിൻ്റെ ആഹ്വാനം സ്വീകരിച്ചുകൊണ്ട് നല്ലൊരു ക്രിസ്ത്യാനിയായി ജീവിക്കാൻ എനിക്ക് അതിലൂടെ ഒന്നും സാധിച്ചിരുന്നില്ല. പിന്നെ യേശുവിൻ്റെ സ്നേഹം പങ്കുവെച്ച് ജീവിക്കാൻ, സ്നേഹം മറ്റുള്ളവരുമായിട്ട് പങ്കുവെച്ച് ജീവിക്കാൻ, യേശു നമ്മളോട് പറയുന്ന ഒരേ ഒരു കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിനെന്നാണ്. ഈ പരസ്പര സ്നേഹം എൻ്റെ കുടുംബത്തിലും എൻ്റെ ബന്ധുക്കളുടെ ഇടയിലും അത്രമാത്രം ഒതുങ്ങി നിന്നിരുന്നൊരു സ്നേഹം, അത് ആ ഒരു ലോകത്തിലേക്കുള്ള ഈശോ ലോകമെങ്ങും മറ്റു വൈഡായിട്ടുള്ള ഒരു ചിന്തയിലേക്ക് എൻ്റെ മനസ്സ് കൊണ്ടുപോകാനും, ഇത് ഈ ലോകത്തിലെ നമ്മളെല്ലാവരും പിതാവായ ദൈവത്തിൻ്റെ മക്കളാണെന്നും ഈ ലോകത്തിലുള്ള എല്ലാവരും യേശുവിനോടൊപ്പം പിതാവായ ദൈവത്തിൻ്റെ മക്കളായതുകൊണ്ട് നമ്മളെല്ലാം സഹോദരങ്ങളാണെന്നും ആ ഒരു സഹോദര സ്നേഹത്തിൽ എല്ലാവരെയും കാണണമെന്നും അവർക്ക് ദൈവസ്നേഹം പകർന്നു കൊടുക്കണം എന്നുള്ള ആ ഒരു വലിയൊരു വിശ്വാസവും ഒരു ആഗ്രഹവും ഒക്കെ എനിക്ക് ഈ ഇതിലൂടെ പങ്കെടുക്കുമ്പോൾ കിട്ടി. അത് എല്ലാവർക്കും ആഗ്രഹമുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ അതിനുള്ള ഒരു കോഴ്സ് നമുക്ക് കിട്ടുന്നത്, ഈ അനുഗ്രഹം കിട്ടുന്നത് ഇതുപോലെയുള്ള കോഴ്സുകളിൽ നമ്മൾ പങ്കെടുക്കുമ്പോഴാണ്. മറ്റുള്ളവരിലേക്ക് പങ്കുവെച്ച് കൊടുക്കണമെങ്കിൽ അത് എങ്ങനെ പങ്കുവെച്ച് കൊടുക്കണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ടെങ്കിലും അത് നമുക്ക് സാധിക്കാറില്ല. പക്ഷേ ഇതുപോലെയുള്ള ഫലപ്രദമായ കോഴ്സുകളിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ മാത്രമാണ് അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ധൈര്യവും ഒക്കെ നമുക്ക് കിട്ടുന്നത്. ഈ കോഴ്സിൽ പങ്കെടുത്ത് ഞങ്ങൾ കുറച്ച് ചെറിയൊരു സമൂഹമാണ്, പക്ഷേ അവരെല്ലാവരും എനിക്ക് നല്ല വിശ്വാസമുണ്ട്. മറ്റുള്ളവർ പോകുന്നിടത്തെല്ലാം യേശുവിനെ പങ്കുവെച്ച് കൊടുക്കാൻ നല്ല ശക്തരായിട്ടാണ് ഇവിടുന്ന് പോകുന്നത്. അങ്ങനെ എല്ലാവരും നല്ല ഒരുക്കുന്ന ഏറ്റവും നല്ല കോഴ്സാണിത്. നിങ്ങളെല്ലാവരും ഇങ്ങനെയുള്ള അവസരം നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. എവിടെയെങ്കിലും ഈ കോഴ്സ് നിങ്ങളുടെ പരിസരത്ത് എവിടെയെങ്കിലും ഇങ്ങനെ ഒരു കരിക്മ കോഴ്സ് നിങ്ങൾക്ക് കൂടാൻ പറ്റുന്ന ഒരു സാഹചര്യം വരുവാണെങ്കിൽ എത്രയും നിങ്ങളെല്ലാവരും സ്നേഹത്തോടെ അത് വന്ന് കൂടണം. യേശുവിനെ എല്ലാവരുമായിട്ട് പങ്കുവെക്കണം. ഒരു നല്ലൊരു ക്രിസ്തീയ ജീവിതം നയിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. എല്ലാവരും ദൈവാനുഗ്രഹിക്കട്ടെ. ഞാൻ പേരട്ട ഇടവക്കാരനാണ്. എൻ്റെ പേര് ജോസഫ് എന്നാണ്. ഞാൻ ഈ IMS അമ്മയുടെ അടുത്ത് വന്ന വലിയൊരു ആവശ്യമായിട്ടാണ് വന്നത്. ഇത് ക്ലാസ്സാണോ ധ്യാനമാണോ എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ഈ ക്ലാസ്സിൻ്റെ എൻ്റെ ആവശ്യം 6ാമത്തെ ദിവസം IMS അമ്മ നടത്തി തന്നു. എനിക്ക് നിങ്ങൾ ഇനി കൂടാത്തവരുണ്ടെങ്കിൽ ഈ ക്ലാസ്സിൽ കൂടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പേരട്ട ഇടവകയിൽ നിന്നും വരുന്നു. എൻ്റെ പേര് ലില്ലി. ഈ കരിക്മ കോഴ്സിൽ പങ്കെടുക്കുവാൻ സാധിച്ചതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ എന്ന ആഹ്വാനം ചെയ്ത് നമ്മളെ ഓരോരുത്തരെയും അവിടുത്തെ സ്നേഹവലയത്തിലാക്കി. ആ സ്നേഹം നമ്മൾ അനുഭവിച്ചാൽ മാത്രമേ നമുക്ക് ആ സ്നേഹം മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ കരുണയുള്ളവരായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ എന്നരുളി ചെയ്ത ആ വചനം നമ്മളിൽ പൂർത്തിയാകുന്നത്
നമ്മൾ മറ്റുള്ളവരോട് കരുണ കാണിക്കുമ്പോഴാണ്. അതുപോലെ നമ്മുടെ കുടുംബങ്ങളിൽ നാം ആ സ്നേഹം എങ്ങനെ പ്രകടമാക്കണമെന്ന് നമ്മുടെ കുടുംബങ്ങളിൽ മാതൃകയാക്കിക്കൊണ്ട് നാം മറ്റുള്ളവരിലേക്ക് ഇറങ്ങിച്ചെന്ന് ആ ദൈവത്തിൻ്റെ സ്നേഹം പറയുവാനും അത് മറ്റുള്ളവർക്ക് പങ്കുവെച്ച് കൊടുക്കുവാനും ഈ ക്ലാസ്സിലൂടെ എനിക്ക് മനസ്സിലാക്കി തന്നു. അതുപോലെ ഓരോ ധ്യാനത്തിലും പങ്കെടുക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈശോയെ അത് സാധിച്ചു തരണേ എന്നുള്ളൊരു പ്രാർത്ഥനയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഈ ക്ലാസ്സിൽ പങ്കെടുത്തപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മൾ ദത്തുപുത്ര അവകാശം നമുക്ക് നൽകി തന്നു എന്ന്. അതുകൊണ്ട് ഈശോ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും തന്നുകൊണ്ടാണ് നമ്മളെ വിട്ടിരിക്കുന്നത് എന്നുള്ള ബോധ്യം എനിക്ക് ഈ കോഴ്സിൽ കൂടി മനസ്സിലായി. നന്ദി, യേശുവേ സ്തുതി. ഞാൻ ഇതൊരു കോഴ്സാന്നുള്ള ധാരണയിലല്ല ഈ ധ്യാനത്തിൽ പങ്കെടുക്കാൻ വന്നത്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് എങ്ങനെ സുവിശേഷം പ്രസംഗിക്കണമെന്ന് ഉള്ള വലിയൊരു ബോധ്യത്തിലേക്ക് എനിക്ക് കടന്നു വരാൻ സാധിച്ചു. ഞാൻ ഭയങ്കര ഒരു അഹങ്കാരിയായിരുന്നു, ശുശ്രൂഷകനാണ് എന്നുള്ളൊരു ധാരണയിൽ വലിയ അഹങ്കാരത്തോടെയായിരുന്നു ഞാൻ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഈ കരിക്മയിലൂടെ ഈ ക്ലാസ്സുകളിലൂടെ എല്ലാം കേട്ടപ്പോൾ എൻ്റെ അഹങ്കാരമെല്ലാം ഉപേക്ഷിച്ച് എളിമപ്പെട്ട് ജീവിച്ചാൽ മാത്രമേ ഈശോയുടെ വലിയ സ്നേഹവും കരുണയും നമ്മിലേക്ക് ചൊരിയപ്പെടുകയുള്ളൂ എന്നുള്ള വലിയ തിരിച്ചറിവ് എനിക്ക് ലഭിച്ചു. അതിനെ ഓർത്ത് യേശുവെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ആമീൻ. ഹല്ലേലൂയ. എൻ്റെ പേര് മരിയ. ഞാൻ തലശ്ശേരി രൂപതയിൽ കരിക്കോട്ടക്കരി ഇടവകയിൽ നിന്ന് വരുന്നു. 5 ദിവസത്തെ കരിക്മ കോഴ്സ് പൂർത്തിയാക്കി ഞാനിവിടെ നിൽക്കുമ്പോൾ നമുക്ക് മുൻപെങ്ങും കിട്ടിയതിൽ നിന്ന് കൂടുതലായിട്ട് ഒരു ബോധ്യം കിട്ടിയത് നമ്മൾ ക്രിസ്ത്യാനികൾ മാത്രമല്ല മറ്റെല്ലാ മതസ്ഥരെയും നമ്മൾ യേശുവിനെ അറിയിക്കുവാനും അവരെ ഈ കോഴ്സിലേക്ക് കൊണ്ടുവരുവാനും ഒക്കെ കടപ്പെട്ടവരാണെന്നുള്ള ആഴത്തിലുള്ളൊരു ബോധ്യം എന്നിൽ ഉണ്ടായി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിനുവേണ്ടി പ്രവർത്തിക്കുവാൻ സർവശക്തനായ ദൈവം എന്നെ അനുവദിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ ജീവിതത്തിൽ ഒരു കരിക്മ കോഴ്സ് കൂടാനുള്ള ഭാഗ്യം കിട്ടി. അതിന് ദൈവത്തിന് നന്ദി പറയുന്നു. ഇത്തിരി ധ്യാനം കൂടി, പക്ഷേ ദൈവസ്നേഹത്തിൻ്റെ പൂർത്തീകരണത്തിലേക്ക് എത്താൻ ഇതുവരെ സാധിച്ചില്ല. എല്ലാം ഒരു ഭക്ത അടിസ്ഥാനമാണെന്ന് മനസ്സിലായി. പക്ഷേ സ്വാതന്ത്ര്യമുള്ള ഒരു ദൈവത്തെ ഇന്ന് ഈ കോഴ്സിലൂടെ കണ്ടുമുട്ടുകയും പരിശുദ്ധാത്മാവിനാൽ നിറയുവാനും ഉള്ള ഒരു കൃപ നൽകി. ലോകം മുഴുവൻ കരിക്മ കോഴ്സിൻ്റെ ഈ സുവിശേഷം ലോകം മുഴുവൻ പടർന്ന് വന്തലിക്കട്ടെ എന്നും എല്ലാ മനുഷ്യരും ഇത് കണ്ട് ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൻ്റെ സ്നേഹം പങ്കുവെച്ച് ജീവിക്കുവാനും അനേകരിലേക്ക് സുവിശേഷം കൊടുക്കുവാനുമുള്ള വലിയൊരു അനുഗ്രഹം ഈ കോഴ്സിനുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി. ഞാൻ തലശ്ശേരി രൂപതാംഗമാണ്, കച്ചേരിക്കടവ് ഇടവക. ഞാൻ പേരട്ട ധ്യാന കേന്ദ്രത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കരിക്മ പുനഃസുവിശേഷീകരണ കോഴ്സിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. എൻ്റെ ധാരണ ഇതിനു മുമ്പ് ഇത്രയും പ്രായാധിക്യം ബാധിച്ചവരൊക്കെ ഇത് കൂടിയിട്ട് എന്ത് കാര്യം എന്ന് ഞാൻ ചിന്തിച്ചു. ഈ കോഴ്സ് കൂടിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ നല്ല കുറച്ചൊരു ബോധ്യം കിട്ടി. ഈ കോഴ്സ് അടിയന്തരമായിട്ടും ജീവിതത്തിൻ്റെ കുടുംബ പ്രാരാബ്ധങ്ങളിൽ നിന്നും ഒഴിവ് കിട്ടിയിരിക്കുന്ന ആ കാലഘട്ടത്തിൽ വളരെയധികം നമുക്കും സമൂഹത്തിനും സഭയ്ക്കും നമ്മുടെ സമയത്തെ ഉപയോഗിക്കാൻ നമുക്ക് ഈ കോഴ്സ് കൂടുന്നതിലൂടെ നമുക്ക് സാധിക്കും. നമ്മളെ ദൈവം ഉപയോഗിക്കും. അതുപോലെ തന്നെ ഒരു ഇടവകയിൽ മതാധ്യാപകർ, പിന്നെ റിട്ടയറായവർ, യുവജനങ്ങൾ അടിയന്തരമായിട്ടും ഈ കോഴ്സ് കൂടണമെന്ന് വളരെ തീക്ഷ്ണതയോടെ ഞാൻ പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. എൻ്റെ പേര് ആൻഡോസ് മാത്യു, മണിക്കട ഇടവക. ഞാൻ ഈ ധ്യാനത്തിൽ വന്നു കഴിഞ്ഞപ്പം എനിക്ക് പല ധ്യാനങ്ങൾ കൂടിയിട്ടുണ്ടെങ്കിലും ഇതുപോലെയുള്ള ദൈവാനുഭവത്തോടെ വലിയ ഉൾക്കാഴ്ചയോടുള്ള ഒരു അനുഭവത്തിലേക്ക് വരാൻ സാധിച്ചിരുന്നില്ല. അപ്പോൾ ഈ ഒരു ധ്യാനം കൂടിയിൽ വളരെ സന്തോഷമുണ്ട്. ഇനിയും തുടർന്ന് ഒരു കോഴ്സ് കൂടി കുറേ കൂടി ആഴമായ പഠനത്തേക്ക് വരണമെന്ന് ഞാൻ ഇതിയെ ആഗ്രഹിക്കുന്നു. ഈശോ അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് പൗളി മാത്യു. ഞാൻ മാനന്തവാടി രൂപതയിലെ ഇടപ്പെട്ട ഇടവകയിൽ നിന്നാണ് വരുന്നത്. കരിക്മ കോഴ്സിൻ്റെ 5 ദിവസത്തെ കോഴ്സ് ഇവിടെ അറ്റൻഡ് ചെയ്തു. അതിലൂടെ 7 നിത്യസത്യങ്ങളെക്കുറിച്ചുള്ള ബോധ്യം ലഭിച്ചു. അത് എനിക്ക് പ്രാർത്ഥനയായി, പ്രഘോഷണമായി, എൻ്റെ ജീവിതമായി. നന്ദി. ഞാൻ തലശ്ശേരി രൂപതയിലെ ക്ലീന്ത ഇടവകയിൽ നിന്നും വരുന്നു. എൻ്റെ പേര് മേരി. ഞാൻ ഇവിടെ ഈ കോഴ്സ് കൂടാൻ വേണ്ടി വന്നപ്പോൾ
ദൈവസ്നേഹം എന്താണെന്ന് എനിക്കറിയാം, പക്ഷെ അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ എനിക്കറിയില്ലായിരുന്നു. അതെങ്ങനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണമെന്ന് എനിക്ക് ഇപ്പോൾ മനസ്സിലായി. ഈ ശംശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് മേരി. ഞാൻ ഈ ധ്യാനം 5 ദിവസത്തെ കൂടിയിട്ട് ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൽ ആഴമായ വിശ്വാസവും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു അനുഗ്രഹവും എനിക്ക് ദൈവം തന്നു. ഏറ്റവും പ്രിയമുള്ളവരെ, കെരിഗ്മ എന്ന വാക്കിൻ്റെ അർത്ഥം പ്രൊക്ലമേഷൻ അല്ലെങ്കിൽ പ്രഘോഷണം എന്നാണ്. ക്രിസ്ത്യാനികളായ നമ്മൾ മാമോദിസായിലൂടെ സ്വീകരിച്ച അല്ലെങ്കിൽ അനുഭവിച്ചറിഞ്ഞ ദൈവവരപ്രസാദവും ദൈവസ്നേഹവും നമ്മൾ മറ്റുള്ളവരുമായിട്ട് പങ്കിടുക എന്നുള്ളത് നമ്മുടെ പ്രഥമമായ ദൗത്യമാണ്. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം അധ്യായം 16-15 തിരുവചനത്തിൽ നാം വായിക്കുന്നുണ്ട്. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുമെന്ന്. സുവിശേഷമായി നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്ന് തൻ്റെ ദൈവരാജ്യം സ്ഥാപിച്ചതിന് ശേഷം തൻ്റെ അരുമ ശിഷ്യന്മാരോട് ആ ദൈവരാജ്യത്തിലൂടെ അവർ അനുഭവിച്ചറിഞ്ഞ ദൈവസ്നേഹം മറ്റുള്ളവരുമായിട്ട് പങ്കിടുവാനുള്ള ഒരു ആഹ്വാനമാണ് ഈശോ നൽകുന്നത്. ഈ ആഹ്വാനം സ്വീകരിച്ചവരാണ് എല്ലാ ക്രിസ്ത്യാനികളും. മാമോദിസ സ്വീകരിച്ച നമ്മുടെ എല്ലാവരുടെയും പ്രഥമമായ ദൗത്യമാണ് ഈ സ്നേഹം മറ്റുള്ളവരുമായിട്ട് പങ്കിടുക എന്നുള്ളത്. വചനപ്രഘോഷണം അല്ലെ കെരിഗ്മ എന്നൊക്കെ പറയുമ്പോഴും അത് വൈദികരുടെയോ സന്യസ്തരുടെയോ ഒക്കെ ഡ്യൂട്ടി ആണെന്നുള്ള ചിന്തയോടെയാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെങ്കിൽ ഈശോ ഈ ദൗത്യം നമുക്ക് നൽകിയിരിക്കുന്നത് എല്ലാ ക്രിസ്ത്യാനികൾക്കും വേണ്ടിയാണ്. ഈശോയുടെ ആ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ ചെറിയ ലോകത്തിൽ നിന്നും ഈ ദൗത്യം നമ്മൾ ആരംഭിക്കണം. ആ ലോകം മറ്റൊന്നുമല്ല, നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ സമൂഹം, നമ്മുടെ ഇടവക ജനം. നാം അനുഭവിച്ച ആ ദൈവസ്നേഹം നമ്മുടെ ജീവിതത്തിലൂടെയും നമ്മുടെ വാക്കുകളിലൂടെയും ഒക്കെ നമ്മുടെ ചുറ്റുപാടുമുള്ള വ്യക്തികൾക്ക് പകർന്നു കൊടുക്കുമ്പോൾ നാം ഈശോ നമുക്ക് നൽകിയിരിക്കുന്ന ആ ദൗത്യം നമ്മൾ പൂർത്തീകരിക്കുകയാണ് ചെയ്യുന്നത്. ഈ 6 ദിവസത്തെ കോഴ്സ് കൂടിയ നിങ്ങൾക്ക് ഈ ഒരു ബോധ്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയാണ് ഞങ്ങൾ IMS ധ്യാനാശ്രമത്തിൽ ഈ കോഴ്സ് കൂടിയത്. എനിക്കറിയാം ഈ കോഴ്സിലേക്ക് കടന്നു വരേണ്ടത് നമ്മുടെ ഇടവകയിലുള്ള കൈക്കാരന്മാർ, കാറ്റഗിസം ടീച്ചേഴ്സ്, അതുപോലെയുള്ള സഭാതലത്തിൽ അധികാരങ്ങൾ പങ്കിടുന്ന ജനങ്ങളാണ്. നമ്മുടെ ഇടവക ഉണരണമെങ്കിൽ, നമ്മുടെ കുടുംബങ്ങൾ ഉണരണമെങ്കിൽ നമ്മുടെ ഇടവക ജനവും നാം ഓരോരുത്തരും ഉണരണം. കർത്താവിൻ്റെ ആഹ്വാനം സ്വീകരിക്കുന്നവരായി നമ്മൾ ജീവിക്കണം. ആ ആഹ്വാനം സ്വീകരിച്ചാൽ മാത്രം പോരാ, പ്രാവർത്തികമായി തീരണം. അതിനുവേണ്ടിയുള്ള ഒരു ഒരുക്കമായിട്ടാണ് ഈ കെരിഗ്മ എന്ന കോഴ്സ് നമ്മൾ ഇവിടെ അറേഞ്ച് ചെയ്ത് ഈ കോഴ്സിൽ പങ്കെടുക്കുവാനായിട്ട് സാധിച്ച നിങ്ങൾക്കെല്ലാവർക്കും സർവശക്തനായ ദൈവം അനുഗ്രഹത്തിൻ്റെ പേമാരി ചൊരിയട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം വരും ദിനങ്ങളിൽ മറ്റുള്ളവരെ നിങ്ങൾ അനുഭവിച്ച ആ ദൈവസ്നേഹം പകർന്നു കൊടുത്തുകൊണ്ട് ഒരു വചനപ്രഘോഷകരായിട്ട്, കർത്താവിനെ പ്രഘോഷിക്കുന്നവരായിട്ട് ജീവിക്കുവാനുള്ള കൃപയും അനുഗ്രഹവും നൽകി സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് നൽകിയ അവിടുത്തെ വലിയ സ്നേഹമാണ് ഈ ദിവസത്തെ ഈ ശുശ്രൂഷകളിലൂടെ ഈശോയുടെ യഥാർത്ഥ സ്നേഹിതരാക്കി ഈശോ നമ്മളെ മാറ്റുകയായിരുന്നു. ഈ കാലഘട്ടം നമുക്കറിയാം, എത്രയോ മക്കൾ ദൈവസ്നേഹത്തിൽ നിന്നകന്ന് ദൈവത്തെ അറിയാതെ പാപത്തിൻ്റെ നാശത്തിൻ്റെ പടുകുഴിയിലേക്കൊക്കെ കടന്നു പോകുന്നത് അനുദിനം നമ്മൾ കേൾക്കാനും കാണാനുമൊക്കെ ഇടയാകാറുണ്ട്. ഒരാൾക്ക് 100 ആടുണ്ടായിരിക്കെ കാണാതെ പോയ ഒന്നിനെ തേടി തനിക്കുള്ള 99 നീക്കിവെച്ച് തേടി വരുന്ന നല്ല ഇടയനാണ് അവിടുന്ന്. അപ്പോൾ ഇന്ന് ഈ കാലഘട്ടത്തിൽ കാണാതെ പോയതിനെ അന്വേഷിച്ചു പോകുവാൻ വേണ്ടി ഈശോ ഉപകരണമാക്കുന്നത് നമ്മളെ ഓരോരുത്തരെയുമാണെന്ന് ഉള്ള യാഥാർത്ഥ്യം നമുക്ക് തിരിച്ചറിയാം. ഈശോയുടെ കണ്ണായും ഈശോയുടെ കാതായും ഈശോയുടെ മനസ്സായും കൈയും കാലുമൊക്കെ ആയി
സ്വരമായും നാവായും ഒക്കെ പ്രവർത്തിക്കുവാൻ ഈശോ ഇന്ന് നമ്മളെ തിരഞ്ഞെടുക്കുകയാണ്. ഈ കെറിഗ്മ കോഴ്സിലൂടെ സുവിശേഷം മറ്റുള്ളവരോട് ഈശോ ശിഷ്യന്മാരോട് ആഹ്വാനം ചെയ്ത, ഇന്ന് ഈശോയുടെ ശിഷ്യസ്ഥാനത്തിലേക്ക് ഉയർത്തിയിരിക്കുന്ന നമ്മളും ഇന്ന് ലോകം മുഴുവൻ പോയി എന്ന് പറയുമ്പോൾ എൻ്റെ ഈ ജീവിത കാലഘട്ടത്തിൽ എൻ്റെ ദൈവം എന്നെ പോകുവാൻ, ജീവിക്കാൻ അനുവദിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും ഈശോയ്ക്ക് സാക്ഷ്യം നൽകുവാനായിട്ട് ഈശോ ഇന്ന് നമ്മളെ വിളിക്കുകയാണ്. അപ്പോസ്തല പ്രവർത്തനം 1:8 വചനം ഇപ്രകാരം പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. യൂദയായാലും ജെറുസലേമിലും സമരിയായാലും ലോകത്തിൻ്റെ അതിർത്തികൾ വരെ നിങ്ങളെനിക്ക് സാക്ഷികളായിരിക്കും. അത് ഈശോയ്ക്ക് സാക്ഷ്യം വഹിച്ച് ലോകം മുഴുവനും കർത്താവിനെ അറിയിക്കുവാൻ നമുക്കും ഈ കോഴ്സിലൂടെ സർവശക്തനായ ദൈവം കൃപ തന്നിട്ടുണ്ട്, വിളിച്ചിട്ടുണ്ട്, തിരഞ്ഞെടുത്തിട്ടുണ്ട്, ഉള്ള അഭിഷേകവും തന്നിട്ടുണ്ട്. ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. ഒത്തിരി നേർന്ന പ്രശ്നവുമായിട്ടാണ് ഞാനിവിടെ വന്നത്. പക്ഷെ വന്നു കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം എന്താണെന്ന് അനുഭവിക്കാൻ സാധിച്ചു. ആ പ്രശ്നത്തെ കർത്താവ് ഏറ്റെടുത്തതുപോലെ അനുഭവിക്കാൻ കഴിഞ്ഞു. പിന്നെ സുവിശേഷം പ്രഘോഷിക്കണമെന്നാണ് ആഗ്രഹം. പക്ഷേ അതിന് സാധിച്ചില്ലെങ്കിലും കൂട്ടായ്മയിലെങ്കിലും ചേർന്ന് പ്രവർത്തിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ തലശ്ശേരി രൂപതയിലെ പേരട്ട ഇടവക അംഗമാണ്. എൻ്റെ പേര് റോസമ്മ. എനിക്ക് ഈ ധ്യാനം കൂടിയിട്ട് ഈ കരിസ്മ കൂടിയിട്ട് എനിക്ക് കൂടുതൽ അനുഭവങ്ങളുണ്ടായി. ദൈവസ്നേഹം എന്തെന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചു. ദൈവം ഏകരക്ഷകനാണെന്നും നമ്മുടെ പാപങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷിക്കുവാനായി ഈശോ പീഡസഹനങ്ങളേറ്റ് കുരിശ് മരിച്ച് ഉയർത്ത് നമ്മുടെ പാപങ്ങളെല്ലാം പോക്കി പരിശുദ്ധാത്മാവിനെ നമ്മളിലേക്ക് നൽകി. പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നയിക്കപ്പെടുന്നതിനും കൂടുതൽ ദൈവസ്നേഹം മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കുന്നതിനുമായി ദൈവം നമ്മളെ ഓരോരുത്തരെയും തിരഞ്ഞെടുക്കുന്നതും അങ്ങനെ നമ്മുടെ ഇടയിൽ സ്വർഗരാജ്യം സ്ഥാപിതമാകുന്നതിനും ഒരു കൂട്ടായ്മയായി, സ്നേഹത്തിൻ്റെ ഒരു കൂട്ടായ്മയായി നമ്മളെല്ലാവരും ഒത്തുചേർന്ന് ദൈവരാജ്യം യേശുക്രിസ്തുവിൽ ലക്ഷ്യം വെച്ച് ജീവിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ പേര് ലില്ലിക്കുട്ടി. കിളിയന്തറ ഇടവയിൽ, തലശ്ശേരി അതിരൂപതയിൽ ആണ് കിളിയന്തറ ഇടവ. ഞാൻ ഈ കോഴ്സിലേക്ക് കടന്നു വരുമ്പോൾ സുവിശേഷം എങ്ങനെ പ്രഘോഷിക്കണം, ആരുടെ മുമ്പിൽ പ്രഘോഷിക്കണം എന്നൊന്നും എനിക്കൊരു വിവരവുമില്ലായിരുന്നു. പക്ഷെ ഇതിലേക്ക് കടന്നു വന്നപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ധൈര്യവും അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു രീതിയും മനസ്സിലായി. എൻ്റെ ഭാഗത്തു നിന്ന് IMS ധ്യാനാശ്രമത്തിൻ്റെ പേരിൽ ഞാൻ ടോമി ചേട്ടനും മിസ് ചേച്ചിക്കും സീന ചേച്ചിക്കും ഒക്കെ നന്ദി പറയുകയാണ്. ഞാനിങ്ങനെ ഇവിടെ ഒരു കരിഗ്മ കോഴ്സ് വേണമെന്ന് ഞാൻ ടോമിച്ചൻ ബ്രദറിനെ ഞങ്ങളുടെ ഹബിൽ ഇങ്ങനെ ആളുടെ നമ്പർ കണ്ടിട്ടുള്ളതല്ലാതെ ആളെ പോലും ഒരിക്കലും ഞാൻ നേരിട്ട് കണ്ടിട്ടില്ലായിരുന്നു. എങ്കിലും എന്നോട് തനിച്ചൻ ബ്രദർ പറഞ്ഞു നമുക്ക് അയക്കാൻ ഒന്നും മുട്ടി നോക്കാം, എങ്ങനെയും എന്തെങ്കിലും സംഭവിച്ചാൽ സംഭവിക്കട്ടെ എന്ന്. ദൈവത്തിൻ്റെ നിയോഗമെന്ന് വേണം. ഞാൻ ആദ്യമേ ചോദിച്ചപ്പോൾ തന്നെ ഒരു കുഴപ്പമില്ല, ഡേറ്റ് ഫിക്സ് ചെയ്തോളാൻ പറഞ്ഞു. അത് ഞങ്ങൾ ഡേറ്റ് ഫിക്സ് ചെയ്തപ്പോഴത്തേന് ചെറിയ അവിടെ പ്രോഗ്രാം ഉണ്ടായിരുന്നുകൊണ്ട് അവർക്ക് വരാൻ സാധിക്കാത്ത ഒരവസ്ഥയുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഓർത്ത് ഓണാവധിയല്ലേ, എല്ലാവരും അവധിക്കാലത്ത് ടീച്ചർമാരൊക്കെ വീട്ടിൽ നിൽക്കുന്ന സമയം, അന്നേരം ടീച്ചർമാർക്കൊക്കെ വരാൻ സാധിക്കുമല്ലോ എന്ന് ഓർത്താണ് ഞങ്ങൾ ഓണാവധിക്ക് വെച്ചത്. ഇപ്പോൾ ഓണാവധി ആയപ്പോൾ ടീച്ചർമാരൊക്കെ പറഞ്ഞു ഞങ്ങൾക്ക് 1-2 ദിവസത്തെ അവധിയേ കിട്ടുള്ളൂ, ഞങ്ങൾക്ക് അവിടെ പോകണം ഇവിടെ പോകണം എന്നുള്ള എക്സ്ക്യൂസസ് ഒക്കെ കടന്നു വന്നു. അത് മറ്റൊന്നും കൊണ്ടല്ല, ഇത് എന്താണ് എന്നുള്ള ഒരു അറിവ് അവർക്ക് പ്രത്യേകമായി ഇല്ലാത്തതുകൊണ്ടാണ്. നമ്മുടെ സഭയിൽ നമ്മൾ എന്നും പള്ളിയിലൊക്കെ പോകുന്നവരാണ്, വിശുദ്ധിയിലൊക്കെ ജീവിക്കുന്നവരാണ് നമ്മൾ പറയുന്നുണ്ടെങ്കിലും നമ്മൾ ജീവിക്കേണ്ട രീതിയിൽ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് നമുക്ക് അറിയില്ലായ്മ കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. നമ്മൾ പല ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ പല ഇടവ വഴിയൊക്കെ നമ്മൾ പോയി കോണ്ടാക്ട് ചെയ്തു. ഇങ്ങനെ കൈക്കാരന്മാരെയും വേദവാ ടീച്ചേഴ്സിനൊക്കെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചു. അന്നേരം അവിടെ ഇവിടെയെല്ലാം യൂത്ത് പ്രോഗ്രാംസ്, കരിസ്മാറ്റിക് മീറ്റിങ്ങുകൾ, അങ്ങനെയുള്ള പ്രോഗ്രാം എല്ലാം ഈ സമയത്ത് തന്നെ അവർ അറേഞ്ച് ചെയ്തുകൊണ്ടാണ് ഇവിടെ കുറഞ്ഞെന്ന് ഞാൻ ഒരിക്കലും പറയല. 26 പേര് വന്നെങ്കിൽ ആ 26 പേരെയും ദൈവം വിളിച്ചവരാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പം നമ്മളെ ഈ ദിവസങ്ങളിൽ കരിഗ്മയെക്കുറിച്ച് പഠിപ്പിക്കുകയും നമ്മളെ ഒരു പുതിയ വെളിച്ചത്തിലേക്ക്, സുവിശേഷത്തിൻ്റെ വെളിച്ചത്തിലേക്ക് നമ്മളെ നയിച്ച ടോമിസ് ചേട്ടനും മെഴ്സി ചേച്ചിക്കും സീന ചേച്ചിക്കും ഒക്കെ ഒത്തിരി നന്ദി അർപ്പിക്കുകയാണ്.
ഇനിയും വരും ദിവസങ്ങളിലും അവർ നമ്മളോടൊപ്പം ഉണ്ടായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയും അവരെ ഈ ധ്യാനാശ്രമത്തിലേക്ക് എപ്പോഴും സ്വാഗതമാണ് എന്ന് കൂടി ഓർമ്മിപ്പിക്കുകയും ചെയ്യുകയാണ്. ഈശോയാൽ തിരഞ്ഞെടുക്കപ്പെട്ട ദേവിരാജ്യത്തിൻ്റെ കൂട്ടുവേലക്കാരെ, ഏറെ സന്തോഷം നിറഞ്ഞ തമ്പുരാന്റെ വിളിക്ക് പ്രത്യുത്തരം കൊടുത്ത് ഈശോയോടൊപ്പം ദേവിരാജ്യ സ്ഥാപനത്തിനായി പങ്കുകാരാകുവാൻ ഈശോ നമ്മളെ ഓരോരുത്തരെയും പേര് ചൊല്ലി വിളിച്ചു. തൻ്റെ ആത്മാവിനെ നൽകി ദേവിരാജ്യത്തിൻ്റെ ശുശ്രൂഷയെ എപ്രകാരം നിർവഹിക്കണമെന്നൊക്കെ നമ്മളെ പഠിപ്പിച്ച് ഈശോ നമ്മളെ അനുഗ്രഹിച്ച ഈ ദിവസങ്ങൾ സ്നേഹത്തോടെ നമുക്ക് ഓർക്കാം, നന്ദിയോടെ ഓർക്കാം. ഈശോ നമ്മളെ അനേകരിൽ നിന്ന് പേര് ചൊല്ലി വിളിച്ച് തെരഞ്ഞെടുത്തു. Thank you.